ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ഗൾഫ് നാടുകളിലെ പ്രവാസികളും യുഎഇയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ നടന്ന ആഘോഷങ്ങളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ആഘോഷം നടന്നു. അബുദാബി ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടിക്കെത്തിയിരുന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രവൃത്തി ദിനമായിട്ടും നിരവധി ആളുകളാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയത്. തുടർന്ന് കോൺസുൽ ജനറൽ ദുബായിലെ തൊഴിലാളികൾക്കൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. This is unique because these are the people who actually contribute to the positive relationship between India and UAE. So it is a special moment for me to spend this unique day amongst them, and I am hopeful that I'll get more opportunities to spend time with the people who really build this relationship. അതിനിടെ UAE ഭരണാധികാരികളും ഇന്ത്യക്ക് ആശംസകൾ അറിയിച്ചു. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും UAE പ്രതിജ്ഞാബദ്ധമാണെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ട്വിറ്ററിൽ ഹിന്ദിയിലാണ് അദ്ദേഹം സന്ദേശം അറിയിച്ചത്. UAEയിലെ വിവിധ സംഘടനകളും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഉമൽ ഖോയിൻ ഇന്ത്യൻ അസോസിയേഷനിൽ നടന്ന ചടങ്ങിൽ ദേശീയ പതാക ഇന്ത്യൻ കോൺസുൽ അമരീഷ് കുമാറും UAE പതാക അസോസിയേഷൻ പ്രസിഡന്റ് സജാദ് നാട്ടികയും ഉയർത്തി. കായിക വിഭാഗം നടത്തിയ സമ്മർ ക്യാമ്പിലെ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും സമ്മാനദാനവും നടത്തി. കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. 24 ദുബായ്.